ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലേക്ക് അനുദിനം നിരവധി സഞ്ചാരികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി കടന്നുവരുന്നത്. വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും മലകളും തേയിലത്തോട്ടങ്ങളും കാടും മേടും കോട്ടകളും കൊട്ടാരങ്ങളുമെല്ലാം കേരളത്തിൻ്റെ ഭംഗിയോട് വീണ്ടും വീണ്ടും ചേർത്ത് വയ്ക്കാവുന്നവയാണ്. വിനോദസഞ്ചാര മേഖലയുടെ ഏറ്റവും വലിയ ശക്തി മികച്ച റോഡുകളാണ്. കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന റോഡ് വികസന പ്രവർത്തന പദ്ധതികൾ വിനോദസഞ്ചാരം മൂന്നിരട്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത വികസന പ്രവൃത്തികളുടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ നാഷണൽ ഹൈവേ വികസന പ്രവൃത്തികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നാട്ടുവിഷയം ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ടൗണിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തികളാണിത്. മേൽപ്പാലത്തിൻ്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗഡർ നിർമ്മാണം ഏറ്റവും തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ഇവിടെ കാണുന്നത് പോലെ ഈയൊരു ഒറ്റവരി തൂണിലായിരിക്കും 6 വരിപ്പാത നിർമ്മിക്കുക. അതിനുവേണ്ടി താൽക്കാലിക സപ്പോർട്ട് നൽകുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ തൂണുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. റോഡ് നിർമ്മാണ ശേഷം ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്ന തൂണുകളൊക്കെ നീക്കം ചെയ്യുന്നതായിരിക്കും. കേരളത്തിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കമാണ് കാസർഗോഡ് ജില്ലയെങ്കിലും ഇത്തരത്തിൽ പാലങ്ങളും റോഡ് വികസന പ്രവൃത്തികളും വരുന്നതോടുകൂടി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറുന്നതായിരിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ അതിവേഗ പാതയിലാണ് നമ്മുടെ സംസ്ഥാനം. തിരക്കേറിയ ഇടുങ്ങിയ റോഡുകൾക്ക് പകരം വിശാലവും സുഗമവും സുരക്ഷിതവുമായ സഞ്ചാരം പ്രദാനം ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ ദേശീയപാതകൾ കേരളത്തിന് ഒരു ആധുനിക മുഖച്ഛായ ഉണ്ടാക്കുന്നു. വർദ്ധിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് ഗതാഗത സൗകര്യത്തിലും കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ദേശീയപാത വികസനം നടപ്പിലാക്കുന്നത്. നമ്മുടെ ദേശീയപാതയിലൂടെ 20,000 മുതൽ 60,000 വരെ വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ. കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വാണിജ്യ വളർച്ചയ്ക്ക് ദേശീയപാതയുടെ വികസനം അനിവാര്യമായ പശ്ചാത്തലത്തിലാണ് ദേശീയപാതകളുടെ വികസന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തുന്നത്. മഹാരാഷ്ട്രയിലെ പൻവേൽ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ അവസാനിക്കുന്ന നാഷണൽ ഹൈവേ 66-ൻ്റെ 1622 കിലോമീറ്റർ പാതയിൽ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ 600 കിലോമീറ്ററാണ് കേരളത്തിലുള്ളത്. ആകെയുള്ള ദൈർഘ്യത്തെ 20 റീച്ചുകളായി തിരിച്ച് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തന്നെ വ്യാവസായിക ഇടനാഴികളിലൂടെയുള്ള വാണിജ്യ വ്യാപാര നീക്കങ്ങൾക്കും പുതിയ ദേശീയപാത വഴി തുറക്കും. മുംബൈ മുതൽ കന്യാകുമാരി വരെയുള്ള വ്യാവസായിക ഇടനാഴി കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ ബന്ധിപ്പിക്കുന്നതായിരിക്കും. 1700 കിലോമീറ്റർ ദൂരമുള്ള ഈ ഇടനാഴിയിൽ 650 കിലോമീറ്റർ ദൂരത്തിലെ 23 പദ്ധതികൾ കേരളത്തിലാണ്. 50,000 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഇവ കേരളത്തെ കൂടുതൽ വളർച്ചയിലേക്കും കാസർഗോഡ്, കോഴിക്കോട്, എറണാകുളം, കൊല്ലം തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളിലേക്കും നയിക്കുന്നതായിരിക്കും.
കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയാണ് മെർജിംഗ് പോയിൻ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഇത് അടക്കത്തുവയിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെ മെർജിംഗ് പോയിൻ്റ് നിലവിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ എൻജിനീയേഴ്സുമായി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏറ്റവും സമാന്തരമായി കിടക്കുന്ന ഭാഗങ്ങളിൽ മെർജിംഗ് പോയിൻ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇരുഭാഗങ്ങളിലേക്കുമായിട്ട് 3 വരിയായി കടന്നു പോകുന്ന റോഡിലുള്ള അങ്ങേയറ്റത്തുള്ള റോഡുകളിലേക്കായിരിക്കും മെർജിംഗ് പോയിൻ്റ് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിൽ ഓടുന്ന 100 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വാഹനങ്ങളിലേക്ക് കണക്ട് ചെയ്താൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലായിരിക്കും. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ എല്ലാ യാത്രക്കാരുടെയും ശ്രദ്ധ ആകർഷിച്ച വീടായിരിക്കും ഇത്. അടക്കത്തുവയലിൽ ഏറ്റവും ചെറിയ സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു വീട്. അതുപോലെ തന്നെ എരിയാൽ മുതൽ ചൗക്കി വരെ വരുന്ന ഭാഗങ്ങളിൽ ഇരുഭാഗത്തും പുതിയതായിട്ട് റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. ഏറ്റവും നടുവിൽ കാണുന്നതാണ് നിലവിലുള്ള പഴയ റോഡ്. ഇതും പൊളിച്ചു മാറ്റി വൈകാതെ തന്നെ ഈ 2 റോഡുകളും കണക്ട് ചെയ്യുന്നതായിരിക്കും. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.